വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന 3 പവർഫുള്ളായ ഇസ്തിഗ്ഫാറുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആഗ്രഹിക്കുന്നവർക്ക് മുത്തുനബി തങ്ങൾ തന്ന വലിയൊരു സമ്മാനമായ ഇസ്തിഗ്ഫാറും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. എന്താണ് ഈ ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത? ഇത് ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന വലിയ 9 നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അതിൽപ്പെട്ടൊരു നേട്ടമാണ് നമ്മുടെ ബുദ്ധി വികസിക്കാൻ, ഇത് ചൊല്ലുന്നവരുടെ ബുദ്ധി വികസിക്കാൻ കാരണമായി തീരും. നല്ല തീരുമാനമെടുക്കാനും അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നല്ല രൂപത്തിൽ ഹൈറായ രൂപത്തിൽ ഭവിക്കാനും കാരണമായി തീരുന്ന മഹത്വമുള്ളൊരു സമ്മാനം മുത്തുനബി തങ്ങൾ തന്നത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം പാപം പൊറുക്കുക എന്നല്ല, മറിച്ച് അവൻ പാപം ചെയ്യാനേ തോന്നാത്ത രൂപത്തിൽ പാപത്തിൻ്റെ വഴികൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ക്ലോസ് ചെയ്ത് കൊടുക്കും, അടച്ചു കൊടുക്കും. പിന്നെ അവന് പാപം ചെയ്യാൻ തോന്നുകയില്ല, പാപത്തിലേക്ക് അവൻ അടുക്കുക പോലുമില്ല. അങ്ങനെ അവരെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള മഹത്തായ ഇസ്തിഗ്ഫാറും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. പൂർണ്ണമായി കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ. വന്നുപോയ വീഴ്ചകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. കമൻറ്റുകളായൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആരക്കാറുണ്ട്. കമൻറ്റുകൾക്ക് റീപ്ലൈ തരാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാവരിലേക്കും എത്തിച്ചേരാൻ കഴിയാത്ത സമയക്കുറവ് കൊണ്ടാണ്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാറാകട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വലിയ മഹത്വമുള്ള 3 വലിയ പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ ഇൻഷാ അല്ലാഹ് എന്നും പഠിക്കാം. ഇസ്തിഗ്ഫാറിൻ്റെ വലിപ്പം, വലിയ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞത് അതിൻ്റെ മഹത്വം കൊണ്ട് വലിപ്പമായതാണ്, അല്ലാതെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വലിപ്പമുള്ളത് എന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ചൊല്ലാൻ പറ്റുന്ന, കാണാതെ പഠിക്കാൻ വരെ പറ്റുന്ന ഇസ്തിഗ്ഫാറുകൾ നമുക്ക് പഠിക്കാം. ഞാൻ നിങ്ങളെ കുറച്ച് കാലം മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലഘട്ടം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധുവായ സ്ത്രീ. ആ സ്ത്രീ അവർ ജീവിച്ചിരുന്നത്, അവർക്കൊരു ഭർത്താവുണ്ട്, പക്ഷേ ആ ഭർത്താവും രോഗിയാണ്. ഈ സ്ത്രീയാണ് ആ ഭർത്താവിനുള്ള മരുന്നിനുള്ള വകുപ്പുകളും ഒപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവരുടെ അടുക്കലേക്ക്, അവരുടെ നാട്ടിലേക്ക് ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ എത്തിച്ചേർന്നാൽ ആ സംഘങ്ങളുടെ അടുക്കൽ പോവുകയും അവർക്ക് വേണ്ട ഹിദമത്തുകൾ, എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ, നമ്മുടെ നാട്ടിൽ പറയുന്ന അക്കാപ്പിച്ചാന്നൊക്കെ പറയുമല്ലോ, എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ, എന്തെങ്കിലും ചില്ലറകൾ, അതുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുകയും അതുപോലെ ഭർത്താവിൻ്റെ ചികിത്സയൊക്കെ ചെയ്തിരുന്ന, അങ്ങനെ ജീവിച്ചൊരു സാധുവായ സ്ത്രീ. അങ്ങനെ ഒരിക്കൽ ഈ വന്ന കച്ചവട സംഘം യാത്രയായി കുറേ നാളായി കച്ചവട സംഘങ്ങളൊന്നും വരുന്നില്ല. വല്ലാതെ പ്രയാസത്തിലായി. അവർക്ക് ഭക്ഷണം കഴിക്കാനോ, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, തൻ്റെ ഭർത്താവ് രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, അവർക്ക് മരുന്ന് മേടിക്കാനുള്ള വകുപ്പില്ലാതെയായി. എന്തെങ്കിലും ഒരു പരിഹാരം വേണം, എന്തെങ്കിലും ഒരു ദിർഹമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ ദിർഹം കൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുമായിരുന്നു എന്ന അവസ്ഥയിലേക്ക്, അവസാനം അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് അവരെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന അവസ്ഥ. വീട്ടിലാകെ ശേഷിക്കുന്നത് വെള്ളം മാത്രമാണ്. ബാക്കി എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരുന്ന് കഴിക്കാതെ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ ഭർത്താവ് രോഗം കഠിനമായപ്പോൾ ഉള്ളിൽ നിന്നും രക്തം പുറത്തേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് വല്ലാതെ ബേജാറായി ആ ഉമ്മ. ആ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയുമോ? ആ സഹോദരി ചെയ്തത്, നടന്ന ആളുകളോട് പരാതി പറയലല്ല, മറിച്ച് അവർ ചെയ്തത് പെട്ടെന്ന് പോയി വുദൂ എടുത്ത് വജലസത്തിൽ മുസല്ല, അവരുടെ മുസല്ലയിൽ നിസ്കാരപ്പായയിൽ അവർ ഇരിക്കുകയും തസ്തഗ്ഫിറു കസീറൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇസ്തിഗ്ഫാറു ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ കുറേ എണ്ണമായപ്പോൾ സമിഅത്തിൽ ബാബ യുദഖു, അവരുടെ വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അക്കൂട്ടത്തിൽ വതിഫുലുൻ യുനാദി അലൈഹാ ബിയാ ഖാല, വാതിക്കൽ നിന്നുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ യാ ഖാല എന്ന് വിളിച്ചു പറയുന്നത് പോലെ അവരിങ്ങനെ കേൾക്കുകയാണ്. അവർ ചെന്നു നോക്കി, പക്ഷേ അവിടെ നിന്ന് അവർക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. അവർ വീണ്ടും തിരിച്ചു വന്നവരുടെ നിസ്കാരപ്പായയിലിരുന്നു. അവർ വീണ്ടും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിലൊരു മുട്ടൽ കേൾക്കുകയാണ്. ആ സ്ത്രീ, ആ സഹോദരി പെട്ടെന്ന് ചെന്ന് വാതിൽ തുറന്നു. അപ്പോഴും ആരെയും കണ്ടില്ല. പക്ഷേ അവരുടെ വാതിലിന് മുന്നിൽ സുബ്ഹാനല്ലാഹ് ഒരു കിഴി ഇരിക്കുന്നതായി കണ്ടു. ഒരു കിഴി, പണക്കിഴി.
അവരത് എടുത്തുകൊണ്ടുവന്ന് ആ കിഴിയൊന്ന് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ദിർഹം പോലും എടുക്കാൻ സ്വന്തമായി കൈവശമില്ലാതിരുന്ന ആ സഹോദരിയുടെ കയ്യിലേക്ക് അവരുടെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ, അവരുടെ ഭക്ഷണത്തിനാവശ്യമായ 1500 ദിർഹം കൃത്യമായി അവരുടെ പണക്കിഴിയിൽ കെട്ടിവെക്കപ്പെട്ട രൂപത്തിൽ അവരുടെ വാതിൽക്കൽ അള്ളാഹു എത്തിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ സ്ത്രീ ഈ സംഭവം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുത്ത് വിവരിച്ചത് ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തേ കാരണം? നമുക്കെന്ത് പ്രശ്നം വന്നാലും ഇസ്തിഗ്ഫാർ കൈമുതലാക്കിക്കോ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുമതി, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കാൻ അതുമതി. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാറുകളും, നമുക്ക് ഒരുപാട് വിഷമങ്ങളില്ലേ, എല്ലാ വിഷമങ്ങളും പരിഹരിക്കാൻ, എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ പറ്റുന്ന വലിയ മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇസ്തിഗ്ഫാറുകൾ ഒരുപാടുണ്ട്, ഒരുപാട് മഹത്വമുള്ള ഇസ്തിഗ്ഫാറുണ്ട്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ, കൈഫ നസ്തഗ്ഫിറു, നമ്മളെങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് നബിയെ? എങ്ങനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വളരെ എളുപ്പമുള്ള ഒരു ഇസ്തിഗ്ഫാർ, നമുക്ക് ചൊല്ലാൻ പറ്റിയ പാകത്തിനുള്ളൊരു ഇസ്തിഗ്ഫാർ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംന വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, നീ ഒന്ന് മാപ്പ് നൽകണേ അല്ലാ. വർഹംന, മാപ്പ് നൽകിയാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് നൽകണം, പരിശുദ്ധ സ്വർഗം നൽകണം. റഹ്മത്ത് ദുനിയാവിലും നൽകണം, നാളെ ആഖിറത്തിലും നൽകണം. വതുബ് അലൈന, ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ തൗബയായൊന്ന് നീ സ്വീകരിക്കണം. ഇത് പറഞ്ഞിട്ട് ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ ഏറ്റവും വലിയ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് അല്ലാഹ്. ഈ അർത്ഥം വരുന്ന, ഈ ആശയം വരുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ നീ ചൊല്ലിക്കോ എന്ന് മഹാനായ ഖബ്ബാബ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത, അവിടുന്ന് പറഞ്ഞു കൊടുത്ത, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് പതിവാക്കാം ഇൻഷാ അല്ലാഹ്. 2 ഇസ്തിഗ്ഫാർ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ ഇൻഷാ അല്ലാഹ്. എളുപ്പമുള്ള ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഒന്നുകൂടെ, اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. ഒന്നുകൂടെ ചൊല്ലി, اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഇസ്തിഗ്ഫാറാണ്. എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇനി പല ആളുകളുടെയും കൽബിലുള്ള ഒരു വിഷമമാണ് ഇസ്തിഗ്ഫാർ എന്ന് കേൾക്കുമ്പോൾ, ഞാൻ എത്ര ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലേ, എന്തേ കാരണം? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണ്. ഇങ്ങനെ ചില ചിന്തയുള്ളവരുണ്ട്. ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും എൻ്റെ ഈ പാപങ്ങളൊന്നും പൊറുക്കൂല എന്നൊരു ധാരണ വെച്ചിട്ട് എന്ത് ചെയ്യുക, പാപങ്ങൾ പൊറുക്കാനുള്ള വഴികളൊന്നും തേടാതിരിക്കുക. കാരണം എന്താ, പുറത്തു തരൂല എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ മനസ്സിലാക്കണം, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ കൊടുകുത്തിയ പാപം ചെയ്തവനാണെങ്കിലും, എത്രയോ ആളുകൾ കള്ളു കുടിച്ച് നടക്കുന്നവരില്ലേ, കള്ളു പിടിച്ച് നടക്കുന്നവർ, പെണ്ണു പിടിച്ച് നടക്കുന്നവർ, വ്യഭിചരിച്ച് നടക്കുന്നവർ, അതുപോലെ കൊലപാതകങ്ങളായി കൊണ്ട് നടക്കുന്നവർ, അതുപോലെ തന്നെ പലിശ തിന്ന് നടക്കുന്നവർ, അതുപോലെ ചൂതാട്ടം കൊണ്ട് നടക്കുന്നവർ തുടങ്ങി വേണ്ടാത്ത സർവ്വ പ്രവർത്തനങ്ങളുമായി, തെമ്മാടിത്തരങ്ങളുമായി നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമുക്ക് ആ മേഖലകളിലേക്കൊന്നും പോകേണ്ട വന്നിട്ടില്ലല്ലോ. അള്ളാഹു നമ്മളെയൊക്കെ തടഞ്ഞില്ലേ, അള്ളാഹു തടയുമാറാകട്ടെ, നമുക്കൊക്കെ സംരക്ഷണം നൽകുമാറാകട്ടെ. നിങ്ങൾ ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോളി. ഇനി എത്ര വലിയ തെറ്റ് നിങ്ങൾ സംഭവിച്ചു പോയാലും ശരി, നിങ്ങൾ അറിവില്ലാതെ, നിങ്ങളുടെ അറിഞ്ഞോ അറിയാതോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്ര വലിയ തെറ്റ് സംഭവിച്ചാലും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കിട്ടണോ, നിങ്ങൾക്ക് മാപ്പ് കിട്ടണോ, മുത്തുനബി തങ്ങൾ വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ചൊല്ലാൻ വളരെ എളുപ്പമുള്ള ഇസ്തിഗ്ഫാറാണ്. എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ഒരു ഇസ്തിഗ്ഫാർ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ എത്ര വലിയ മല പോലെയുള്ള തെറ്റു ചെയ്തവനാണെങ്കിലും ശരി, ആ തെറ്റിനെ അള്ളാഹു അങ്ങോട്ട് മായ്ച്ചു കളയും, കരിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തുനബി തങ്ങൾ പറയാം, നിങ്ങളുടെ തെറ്റ് പൊറുക്കാൻ, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പൊറുക്കാൻ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതിയെന്ന്. ചൊല്ലിക്കൂടെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിറുതുകളുടെ കൂട്ടത്തിൽ ഒന്ന് ഉൾപ്പെടുത്തിക്കൂടെ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെ ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതറിയാം നമുക്ക്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലാൻ അറിയാം. ഇനിയോ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുകുർസിയൊക്കെ അറിയുന്നതല്ലേ? ആയത്തുകുർസിൻ്റെ തുടക്കത്തിലുള്ള വരിയാണ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. വ അത്തൂബു ഇലൈഹി എന്താണ് എൻ്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റുകളെയൊക്കെ മാപ്പ് ചോദിക്കുന്നു. അല്ലാഹ് നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ടോ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എങ്ങനത്തെ അല്ലാഹ്? നീ എങ്ങനത്തെ അല്ലാഹുവാണ്? നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. നീ ഹയ്യും ഖയ്യൂമുമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് റബ്ബേ. നീ ഒരിക്കലും പതനം വരൂല, നിനക്കൊരിക്കലും അന്ത്യം വരൂല. അങ്ങനത്തെ യജമാനായ റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണേ. വാ തൂബു ഇലൈഹി, നിന്നിലേക്ക്, അവനിലേക്കാണ്, ആ റബ്ബിലേക്കാണ് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നത്. ഈ ആശയം വരുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര വലിയ തെറ്റു ചെയ്താലും ശരി അത് മാപ്പ് ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ചൊല്ലിക്കൂടെ? ഒരു 3 ഇസ്തിഗ്ഫാർ ഒന്ന് ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. ഒന്നുകൂടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. ഒന്നും കൂടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. അല്ലാഹു നമ്മൾ ഈ ചൊല്ലി ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് ചെയ്തുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്ത് ഖൽബൊന്ന് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇനി പറയാൻ പോകുന്നതാണ് മുത്തുനബി തങ്ങൾ നമുക്ക് നൽകിയൊരു സമ്മാനമുണ്ട്. നമുക്ക് നൽകിയൊരു സമ്മാനം അത് ആർക്കാ കൊടുത്തത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. അവർ കൂട്ടുകാരല്ലേ? ഒരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ ചങ്ക് ഫ്രണ്ട്സിന് കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനം മഹാനായ സിദ്ദീഖ് തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. മുത്തുനബി തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് കൊടുത്ത വലിയ സമ്മാനം ഉമ്മത്തുകളാകുന്ന നമുക്ക് വേണ്ടി സിദ്ദീഖ് തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് സമ്മാനം? എന്താണ് ആ സമ്മാനം എന്നറിയോ? വലിയൊരു ഇസ്തിഗ്ഫാറാണ്, മഹത്വമുള്ളൊരു ഇസ്തിഗ്ഫാറാണ്. 9 വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതിയെന്ന്. 9 വലിയ നേട്ടങ്ങൾ. ഞാൻ പെട്ടെന്ന് ആ നേട്ടങ്ങളൊന്ന് പറഞ്ഞു വിടാം. എന്നിട്ട് ആ ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പവർഫുള്ളാണ് ആ ഇസ്തിഗ്ഫാറുകൾ എന്ന്. ഒന്നാമത്തെ നേട്ടം തന്നെ നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ ഹമ്മുകളും മാറിക്കിട്ടാൻ, മുഴുവൻ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ, ടെൻഷൻ ഫ്രീ ആയ ഖൽബ്, വിഷമങ്ങളില്ലാത്തൊരു ഖൽബ് നമുക്ക് കിട്ടാൻ ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതി. നമുക്ക് വരുന്ന രോഗങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ പലതും നമ്മുടെ മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടിയ പെട്ടെന്ന് അറ്റാക്ക് വന്ന ആളുകൾ മരിച്ചു പോകണില്ലേ? പെടുന്നനെ അറ്റാക്ക് വന്ന് നിന്ന് നിപ്പി കുഴഞ്ഞു വീണ് മരിക്കുക. എന്തേ കാരണം? മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രഷർ മനസ്സിലേക്ക് കൽബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കൽബ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ടെൻഷൻ കൂടിയിട്ട് ഹൃദയമിടിപ്പ് കൂടി അതിൻ്റെ താളം തെറ്റിയിട്ട് എന്തു ചെയ്യും? മനുഷ്യന് മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സ് ഫ്രീ ആയി കിട്ടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ടെൻഷൻ ഇല്ലാതിരിക്കുക, മനക്ലേശങ്ങളൊക്കെ ഒഴിവായി കിട്ടുക, മാനസിക പിരിമുറുക്കം ഒഴിവായി കിട്ടുക, ഈ ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവന് കിട്ടുന്ന വലിയ നേട്ടമായി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതാണ്. അവൻ്റെ ഹമ്മുകളൊക്കെ ഒഴിവായി കിട്ടും. ഇനിയോ രണ്ടാമത് നമുക്ക് ദുനിയാവിൽ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ റിസ്കുകൾക്കൊക്കെ. നമ്മുടെ സമ്പത്താകട്ടെ, മക്കളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, വാഹനങ്ങളാകട്ടെ, വീടുകളാകട്ടെ, നമ്മളുമായി ബന്ധപ്പെടുന്ന സകല മേഖലകളും, ജോലികളാകട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഈ റിസ്ക് അത് വിശാലമായി കിട്ടണം അല്ലേ? നമ്മുടെ റിസ്ക് വിശാലമായി കിട്ടാനും അതോടൊപ്പം തന്നെ ആ റിസ്കിലേക്കുള്ള വഴികൾ എളുപ്പമായി കിട്ടാനും ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതിയെന്ന്. നമുക്ക് നല്ലൊരു ജോലിയുണ്ട്, പക്ഷേ ജോലി ചെയ്യാൻ ശരീരത്തിന് ആവതില്ലെങ്കിലോ? റിസ്കിനുള്ള വകുപ്പുണ്ട്, പക്ഷേ അതിലേക്കുള്ള മാർഗം നമ്മുടെ ശരീരത്തിന് ആവതില്ല. എന്നാലോ ആ മാർഗം അവിടെ അടഞ്ഞു പോവില്ലേ? ഈ മാർഗവും നമുക്ക് എളുപ്പമായി കിട്ടണം. ഇതുപോലെ റിസ്ക് വിശാലമാകാനും അതുപോലെ റിസ്കിലേക്കുള്ള സകല വഴികളും തുറന്നു കിട്ടാനും ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ വലിയൊരു നേട്ടമാണ്, നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് ആഖിറവും ദുനിയാവും ഒക്കെ രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ സ്നേഹം വേണം. മഹബ്ബത്തുള്ള, ഖുർബത്തുള്ള, അള്ളാഹുവിലേക്കുള്ള അടുപ്പം കിട്ടാൻ, അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാൻ, അള്ളാഹുവിലേക്ക് അടുത്താനുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ നമുക്ക് ഈ ദുനിയാവിൻ്റെ ഒരു പ്രശ്നം ഒരു വിഷയമായി തോന്നൂല. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് എടുത്താൽ അള്ളാഹു നമ്മളോട് കൂടുതലെടുക്കും, അവൻ്റെ റഹ്മത്ത് കൂടുതലെടുക്കും. അങ്ങനെ വന്നാലോ നമ്മുടെ കൈയും കാലും കാതും കണ്ണും മുഴുവൻ അവയവങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടായിത്തീരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാകൂല. കാരണം എന്താ? നമ്മൾ പിന്നെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ എന്ത് വിഷമമുള്ളത്, പിന്നെ എന്ത് പ്രയാസം നേരിടേണ്ടി വരിക? ഒരു വിഷമം ഉണ്ടാവില്ല.
അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായി തീരും. അടുത്ത 4ാമത്തെ വലിയൊരു അനുഗ്രഹം മഹാന്മാർ പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടായിത്തീരും. സന്തോഷത്തിൻ്റെ മാർഗങ്ങളൊക്കെ അള്ളാഹു തുറന്നു തരുമെന്നാണ്. സങ്കടങ്ങൾ മാറി എന്ന് മാത്രം കരുതിയിട്ട് കാര്യമില്ലല്ലോ, സന്തോഷങ്ങൾ വരണം. സന്തോഷങ്ങളുടെ മുഴുവൻ വാതിലുകളും അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? തുറന്നു തരും. ഈ ഇസ്തിഗ്ഫാറുകൾ പതിവാക്കിക്കൊള്ളാൻ അള്ളാഹു മുഴുവൻ കാര്യങ്ങളിലും സന്തോഷം നൽകുമാറാകട്ടെ. നല്ല വീട് കിട്ടുക സന്തോഷമാണ്, നല്ല ഇണയെ കിട്ടുക സന്തോഷമാണ്, നല്ല ജോലി ഉണ്ടാകുക സന്തോഷമാണ്, നല്ല മക്കളെ കിട്ടുക, അതുപോലെ തന്നെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുക, ഇതൊക്കെ സന്തോഷത്തിൻ്റെ വഴികളാണ്. ഇങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ മാർഗങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് അടുപ്പിച്ച് നൽകും. ഈ ഒരു ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവർക്ക് അള്ളാഹു അടുപ്പിച്ചു കൊടുക്കുന്നതാണ്, തുറന്നു കൊടുക്കുന്നതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഇനി പറയുന്ന 5ാമത്തെ വലിയ നേട്ടം നിങ്ങൾക്കറിയുമോ? ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല. ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഞാൻ തുടക്കത്തിലൊരു ചരിത്രം പറഞ്ഞു വെച്ചാൽ അതാണ്. ദാരിദ്ര്യത്തിൻ്റെ വാതിലൊക്കെ അള്ളാഹു അങ്ങോട്ട് കൊട്ടിയടയ്ക്കും. ദാരിദ്ര്യം ജീവിതത്തിൽ ഉണ്ടാകൂല. വലിയ മാർഗ്ഗങ്ങൾ അള്ളാഹു റിസ്കിൻ്റെ മാർഗ്ഗങ്ങൾ തുറന്നു തരുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കവാടങ്ങളെയൊക്കെ അള്ളാഹു കൊട്ടിയടച്ച് കളയും. പിന്നെ അവിടേക്ക് ദാരിദ്ര്യം കടന്നു വരില്ല. ഒരാളുടെ മുമ്പിലും നമ്മൾ കൈനീട്ടേണ്ടി വരില്ല. കടത്തിൻ്റെ പേര് പറഞ്ഞ് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പല മാർഗ്ഗങ്ങളിലൂടെ എന്ത് ചെയ്യും? സഹായങ്ങൾ എത്തിച്ചേരും. അള്ളാഹു അവൻ്റെ വിശാലമായ ഖജനാവുകൾ നമുക്ക് തുറന്നു തരട്ടെ. ഒരുപാട് ആളുകൾ കടം കൊണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും കടങ്ങൾക്ക് അള്ളാഹു വലിയ പരിഹാരം നൽകുമാറാകട്ടെ. 6ാമതായി പറയട്ടെ, അവൻ്റെ ഇബാദത്തുകൾക്ക്, അള്ളാഹുവിനോട് ചെയ്യുന്ന ആരാധനകൾക്ക് ഒരു മടിയുണ്ടാവില്ല. മനസ്സിലായോ? ആരാധനകൾ ചെയ്യാൻ പല ആളുകൾ നിസ്കരിക്കാൻ മടിയാണ്. ഉസ്താദെ, ഇബാദത്തുകൾക്കൊക്കെ അലസയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, മക്കൾ നിസ്കരിക്കുന്നില്ല, ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഭാര്യ നിസ്കരിക്കുന്നില്ല, പല പരാതിയും കേട്ടു. എന്നാൽ മനസ്സിലാക്കണം, അതിനുള്ളൊരു പരിഹാരം വേണ്ടേ? മക്കളെ കൊണ്ട് ചൊല്ലിക്കുക. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലിക്കാൻ പറ്റുമെങ്കിൽ, ഇതൊന്ന് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചൊല്ലിക്കാനും അവർക്ക് ചൊല്ലാനും എളുപ്പമാണ്. നമുക്കും ചൊല്ലാൻ എളുപ്പമാണ്, അവർക്കും ചൊല്ലാൻ എളുപ്പമാണ്. ഭർത്താവിനെ കൊണ്ട് ചൊല്ലിക്കുക. ഇങ്ങനെ നമ്മളും ചൊല്ലുക. നമ്മുടെ ജീവിതത്തിലുള്ള ഇബാദത്തുകൾക്കുള്ള മടി, അലസത മാറിക്കിട്ടാനും ഇബാദത്തുകൾക്കൊരു ആനന്ദം കിട്ടാനും കാരണമായി തീരും. നല്ലൊരു സന്തോഷം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മഹാന്മാരായ മുൻഗാമികളുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര ആവേശം. അലിയാർ തങ്ങളുടെ കാലിലൊരു അമ്പ് കൊണ്ട് കയറി. അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ കാലിൽ. എത്ര നോക്കിയിട്ടും സ്വഹാബത്തിന് ഊരാൻ കഴിയണില്ല. വല്ലാത്ത വേദന. അലിയാർ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഊരിയെടുത്തോളാം. കാരണം എന്താ? നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു ഇബാദത്തിനോടുള്ളൊരു ആഗ്രഹമാണ്, ഒരു ത്വര എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൽബിലുണ്ടെങ്കിൽ, ആ ഒരു ത്വര നമ്മുടെ കൽബിലുണ്ടെങ്കിൽ പിന്നെ ഇബാദത്ത് ചെയ്യാൻ വലിയ ആവേശമാവും. ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോളി. നിങ്ങളുടെ ജീവിതത്തിലെ ഇബാദത്തിനോടുള്ള ആവേശം ഉണ്ടായിത്തീരുന്ന വാത്തുകൾ പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നല്ല ആബിദീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. അടുത്ത വലിയൊരു നേട്ടമാണ്, 7ാമത്തെ വലിയൊരു നേട്ടമാണ് ബുദ്ധി വികസിച്ച് കിട്ടുക. നമുക്ക് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ പഠിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാകും, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർ പല മേഖലകളുമായി കൈകാര്യം ചെയ്യുന്നവരാണ്. ആ മേഖലകളിലൊക്കെ നല്ല വിജ്ഞാനം ആവശ്യമാണ്. നല്ല പരിജ്ഞാനം ഉണ്ടാകുക, നല്ല തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയും. മക്കളെ കൊണ്ട് ചൊല്ലിച്ചു, മക്കൾക്ക് നല്ല വിജയത്തിൽ പാസ്സാകാൻ, പരീക്ഷയൊക്കെ എഴുതാൻ അവർക്ക് സാധിക്കും. നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. നല്ല ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നല്ല ജോലി ലഭിക്കാൻ അതൊക്കെ കാരണമായി തീരും. ഇങ്ങനെ ബുദ്ധി വികാസമുണ്ടാകാൻ, മനുഷ്യനെ മെമ്മറി പവർ കൂടാൻ എന്തു ചെയ്യും? ഈ ഒരു ഇസ്തിഗ്ഫാർ പതിവാക്കുന്നത് കൊണ്ട് സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാം. അവർ വെറുതെ പറയില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ അസർ കിട്ടിയിട്ട്, ഫലം കിട്ടിയിട്ടല്ലേ അവർ നമുക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ അടുത്ത വലിയ നേട്ടമാണ് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയല്ല. പാപങ്ങൾ പൊറുക്കപ്പെടൽ മാത്രമല്ല, മറിച്ച് പാപങ്ങൾ ചെയ്യാനുള്ള വഴികൾ തന്നെ അടഞ്ഞു പോവുക. ഒരു വഴി ഉണ്ടാവില്ല പാപം ചെയ്യാൻ. നമ്മൾ പാപം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളുടെ ഡോറ് ക്ലോസ് ചെയ്ത് കളയും, വഴി അങ്ങോട്ട് അടച്ചു കളയും. നന്മയല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് അത്രയും പരിശുദ്ധമാക്കി നമ്മളെ അല്ലാഹു മാറ്റിത്തരും. ഈ ഒരു ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ചെറിയ നേട്ടമൊന്നുമല്ലത്. പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹു അമ്പിയാക്കൾക്ക് കൊടുത്തൊരു അനുഗ്രഹമാണ്. അവർ മാസൂമിങ്ങൾ, അവരിൽ പാപം ഉണ്ടാവില്ല. അതുപോലെ ഔലിയാക്കൾക്ക് കൊടുത്തൊരു പദവിയാണ്. അവർ മഹ്ഫൂദിങ്ങളാണ്. അവരെയും പാപത്തെ തൊട്ട് അള്ളാഹു സംരക്ഷിച്ചവരാണ്. ആ ഒരു പദവിയിലേക്ക്, ആ ഒരു ദറജയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു നമ്മയും ഉയർത്താൻ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതി എന്ന് മഹത്തുക്കൾ പറയുക. ആ മഹാന്മാരുടെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണോ? പാപങ്ങളൊന്നും ഇല്ലാത്ത കോലത്തിലേക്ക് വരണോ? എന്നാൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി, ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മതി. പാപങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹു കവർ ചെയ്യും. നിങ്ങളുടെ ശരീരങ്ങളെ അള്ളാഹു മറയ്ക്കും.
അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നല്ല ആബിദീങ്ങളിൽ, നല്ല മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. 9ാമത്തെ വലിയൊരു നേട്ടമാണ് ജീവിതത്തിൻ്റെ കുരുക്കുകൾ മുഴുവൻ അള്ളാഹു അഴിച്ചു കളയും. എന്തൊക്കെ കുടുസുകൾ ജീവിതത്തിലുണ്ടോ, ഏതൊക്കെ പ്രയാസങ്ങളിലുണ്ടോ ഞാൻ എണ്ണി പറയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ മുഴുവൻ എണ്ണിക്കോളി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രയാസങ്ങളുള്ളത്, വിഷമങ്ങളുള്ളത്, അത് എണ്ണി നോക്കിക്കോളി. ആ പ്രയാസങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി ഈ കെട്ടഴിച്ചു വിട്ട മാലയിലെ മുത്തുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകൾ, പ്രയാസങ്ങൾ മുത്തുപോലെ പൊഴിഞ്ഞു പോകുന്നതാണ്. ജീവിതത്തിലുണ്ടാവില്ല വേറെ പ്രയാസങ്ങളൊന്നും കുരുക്കുകളൊന്നും ഉണ്ടാവില്ല. ഇത്രയും പരിശുദ്ധമായ രൂപത്തിൽ നമ്മുടെ ജീവിതം സംസ്കരിച്ചെടുക്കാൻ, നമ്മുടെ ജീവിതം സംശുദ്ധമാക്കിയെടുക്കാൻ, നന്നാക്കിയെടുക്കാൻ, അത് ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും നന്നാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഈ ഇസ്തിഗ്ഫാർ മുത്തുനബി തങ്ങൾ സമ്മാനമായി സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ എനിക്ക് പ്രത്യേകമായി സ്പെഷ്യലായിട്ടൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞു തരുമോ, പ്രത്യേകമായിട്ട് ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞു തരുമോ നബിയെ? മുത്തുനബി തങ്ങൾ പറഞ്ഞ്, യാ സിദ്ദീഖ്, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, കുൽ, നീ പറയണം സിദ്ദീഖേ, എങ്ങനെയാണ് നീ ദ്വാരക്കേണ്ടത്, എങ്ങനെയാണ് നീ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ ഒരു ഇസ്തിഗ്ഫാർ നീ പതിവാക്കിക്കോ. ഈ ഒരു ഇസ്തിഗ്ഫാർ നീ പതിവാക്കുക. നമ്മൾ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. എങ്ങനെ ചൊല്ലേണ്ടത് എന്ന് ഞാൻ ചൊല്ലിത്തന്നതാണ്. എന്താണ് ഈ പറയുന്നത്? എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാ, എന്താ അക്രമം പ്രവർത്തിക്കൽ? സ്വന്തം ശരീരത്തെ ഇടിക്കലാ, കുത്തലാ? അല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന തെറ്റ് കാരണം ഈ ശരീരം നാളെ നരകത്തിൽ കിടക്കേണ്ടി വരൂലേ, ഖബറിലാണെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരൂലേ. അപ്പം അതുകൊണ്ട് തന്നെ റബ്ബേ, ഈ എൻ്റെ തെറ്റു കാരണം എൻ്റെ ശരീരത്തെ നരകത്തിൻ്റെ വിറകുള്ളിയാക്കാൻ ഞാൻ ചെയ്തു പോയി, പല തെറ്റുകളും ചെയ്തു പോയി റബ്ബേ. ളുൽമൻ കസീറ, ഒരുപാട് അക്രമം ചെയ്തു പോയി റബ്ബേ. വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരാളും എനിക്ക് പുറത്തു തരാനില്ല അല്ലാ. നീ അല്ലാത്ത ഒരാളും ഈ പാപങ്ങളൊന്നും പുറത്തു തരാനില്ല. അതുകൊണ്ട് തന്നെ ഫഗ്ഫിർ ലി മഗ്ഫിറ, റബ്ബേ നീ നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് എനിക്കൊന്ന് പുറത്തു തരണേ റബ്ബേ, നീ ഒന്ന് മാപ്പ് ചെയ്യണേ അല്ലാ. വർഹംനി, നീ എനിക്ക് റഹ്മത്തും ചെയ്യണേ റഹ്മാനേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുന്നവനും ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ് റബ്ബേ, നീ പുറത്തു തരണേ. ഈ ആശയം വരുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ ഇന്നി, ഒന്ന് ചൊല്ലിക്കുക, നമുക്ക് കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അള്ളാഹുവെ, ഞങ്ങൾ ഈ ചൊല്ലിയ ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് വന്ന പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൽബൊന്ന് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്കൊരുപാട് ആവശ്യങ്ങളുള്ളവരാണ്, കടബാധ്യതയുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, വീടില്ലാത്തവരാണ് റബ്ബേ. വീടുപണി നടക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അനുയോജ്യരായ ഇണകളെ കിട്ടാത്തവരുണ്ട്, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ദൂഷ്യ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ പല പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവർ, ലക്ഷക്കണക്കിന് രൂപ ബാധ്യത വന്ന് പ്രയാസപ്പെടുന്നവർ, പലിശ കയറി ഇടങ്ങേറായി നടക്കുന്നവർ, ലോണ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തുടങ്ങി എത്രയോ പ്രയാസങ്ങളുള്ളവർ റബ്ബേ, എല്ലാത്തിനും പരിഹാരമായി നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ മഹത്തായ ഇസ്തിഗ്ഫാർ ഞങ്ങളിവിടെ ചൊല്ലിയതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഒന്ന് രക്ഷ നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കാതെ എല്ലാ ദിവസവും മുടങ്ങാതെ
കുറഞ്ഞതൊരു 10 തവണയെങ്കിലും, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ചൊല്ലുന്നതനുസരിച്ച് നിങ്ങളുടെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. റിസ്കിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു തരും. അദാബിൻ്റെ ഇടങ്ങേറുകളുടെ കുരുക്കുകളുടെ വാതിലുകൾ അല്ലാഹു അടച്ചു മാറ്റും. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകും. മക്കളെ അല്ലാഹു നന്നാക്കി തരും. ഭർത്താക്കന്മാർ, ഭാര്യമാർ, ജോലികൾ തുടങ്ങി നമുക്കുള്ള സകലതിലും അല്ലാഹുവിൻ്റെ ബറക്കത്തിൻ്റെ നോട്ടമുണ്ടാകും. ഇത് നമ്മൾ ജീവിതത്തിലൊന്ന് പതിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു നൽകാനുള്ള നേട്ടങ്ങൾ, അല്ലാഹു തരുന്ന നേട്ടങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് മുത്തുനബി തങ്ങളുടെ ഈ വലിയ ഇസ്തിഗ്ഫാറിന് ബദലായി പ്രതിഫലമായി അവർ പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു അവസരം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വലിയ 3 ഇസ്തിഗ്ഫാറുകൾ, മഹത്വമുള്ള 3 ഇസ്തിഗ്ഫാറുകൾ ഇൻഷാ അല്ലാ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നമ്മുടെ സഹോദരങ്ങൾ ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്ത് അവർക്കും ബറക്കത്ത് കിട്ടാനും നിഅമത്ത് കിട്ടാനുമൊക്കെ കാരണമാകുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ഷെയർ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അതിലൊക്കെ വലിയ കൂലിയുണ്ട്. അതിൻ്റെ ബറക്കത്തോട് നമ്മുടെ ജീവിതവും അല്ലാഹു നന്നാക്കി തരും ഇൻഷാ അല്ലാ. മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്റോ ദുആയോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.